പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഈ ആങ്സൈറ്റി ഒക്കെ വെറും തമാശയായിരിക്കും, പക്ഷെ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അതിന്റെ പാട് മനസ്സിലാവൂ. ഇഫ് യു ആർ സംവൺ ഹു ഹാവ് ആങ്സൈറ്റി, ഐഡന്റിഫൈങ് ദ പ്രോബ്ലം ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ഹീലിംഗ് ആൻഡ് ദെൻ കംസ് അക്സെപ്റ്റൻസ്. നമുക്കില്ലാത്തതും അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞ കാര്യമാണ്. ഈ ഒരു ബുക്കുമായിട്ട് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം മാസം 3 ഈ ബുക്കിനെ പറ്റി എനിക്കാരും പറഞ്ഞു തന്നെയൊന്നുമല്ല, പക്ഷെ കവർ പേജ് കണ്ടപ്പം ഇഷ്ടപ്പെട്ടു, ഞാൻ അങ്ങ് വാങ്ങിച്ചു. പക്ഷെ ഇതുവരെ വായിച്ചു തീർന്നിട്ടില്ല. ബേസിക്കലി ദിസ് ബുക്ക് ഇസ് എ സർവൈവേഴ്സ് ഗൈഡ് ടു ഓവർകമ്മിങ് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ. ഇന്നൊരു സാറ്റർഡേ ആയതുകൊണ്ടും ഞാൻ കുറെ നേരത്തെ ഇറങ്ങിയതുകൊണ്ടും എനിക്ക് രാവിലെ കുറച്ച് നേരം ബുക്ക് വായിക്കാൻ ടൈം കിട്ടി. ഒരു പനിയൊക്കെ വന്നാൽ ഡോക്ടറിനെ കാണാൻ പോയ കാര്യം മറ്റൊരാളോട് പറയുന്നതിൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. അതേസമയം വല്ല ആങ്സൈറ്റി ഒക്കെ കാരണം സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ ആ കാര്യം നമ്മൾ ആരോടും ഷെയർ ചെയ്യാറില്ല. കാരണം അത് എല്ലാവരും അറിഞ്ഞാൽ മോശമല്ലേ, അങ്ങനെ ആയിരിക്കും എല്ലാവരും ചിന്തിക്കുക. പിന്നെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത വേറെയും. ഒരു കാര്യം ഓർത്തോ, ഫിസിക്കൽ ഹെൽത്ത് പോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെന്റൽ ഹെൽത്ത്. ആൾക്കാർ പറയും എന്തിനാണ് ഈ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇത്ര ടെൻഷൻ അടിക്കാനെന്ന്. ഈ ആങ്സൈറ്റി ഉള്ള എല്ലാ ആൾക്കാരും കേട്ടിട്ടുള്ള ഒരു കമന്റ് തന്നെ ആയിരിക്കും ഇത്. ഒരു ചെറിയ പനി വരുമ്പം തന്നെ ഡോളോ എടുത്ത് കഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിലോട്ട് വരുമ്പം ആ ഒരു ആവേശമൊക്കെ അങ്ങ് തീരും. അതുകൊണ്ട് there's nothing wrong in seeking help. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന് നോക്കി നിന്ന് കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് തന്നെ കേട്ടോ.